നവകേരള ബസ് വീണ്ടും നിരത്തിലേക്ക് രൂപമാറ്റം വരുത്തിയ ബസ് ബംഗളൂരുവിൽ നിന്നും കോഴിക്കോട് എത്തിച്ചു. കോഴിക്കോട് ബംഗളൂരു റൂട്ടിൽ സർവീസ് ഉടൻ പുനരാരംഭിക്കും. 26 സീറ്റുകൾ ബസ് 37 സീറ്റുകളായി ഉയർത്തിയാണ് ബസ് സർവീസ് പുനരാരംഭിക്കുന്നത്. 2023 നവംബർ 18-നാണ് വിവാദ താരമായ നവകേരള ബസ് ആദ്യമായി നിരത്തിലിറങ്ങിയത്. മന്ത്രിസഭയെയും വഹിച്ചുകൊണ്ടുള്ള യാത്രയോടൊപ്പം ആ വിവാദങ്ങളും കൂടെ കൂടി. വിവാദങ്ങൾക്ക് വിരാമമിട്ടുകൊണ്ട് 2024 ജൂണിൽ ബസ് പൊതുജനങ്ങൾക്കായി നിരത്തിലേക്ക്. എന്നാൽ നവകേരള ബസിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങളും ചർച്ചകളും അവസാനിച്ചില്ല. അങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കെയാണ് ജൂലൈയിൽ ബസ് പൂർണ്ണമായും കട്ടപ്പുറത്താകുന്നത്. പിന്നീട് അറ്റകുറ്റപ്പണികൾക്കായി ബസ് ബാംഗ്ലൂരിലേക്ക്. ഇപ്പോഴിതാ നീണ്ട 5 മാസത്തിനൊടുവിൽ ബസ് വീണ്ടും സർവീസിനൊരുങ്ങുകയാണ്. 26 സീറ്റുകൾ 37 ഉയർത്തി. ശുചിമുറി നിലനിർത്തി. 2 ഡോറുകൾ ഉള്ളത് 1 ഡോർ മാത്രമാക്കി. എസ്കലേറ്റർ ഒഴിവാക്കി. അങ്ങനെ പുതിയ മാറ്റങ്ങളോടെയാണ് തിരിച്ചുവരവ്. 1280 രൂപയായിരുന്നു ബസിന്റെ ടിക്കറ്റ് ചാർജ്. എന്നാൽ ബാംഗ്ലൂരിൽ നിന്നും ഇത്തവണ കോഴിക്കോട്ടേക്ക് യാത്ര നടത്തിയത് 930 രൂപയ്ക്കാണ്. നിരക്ക് കുറയാൻ സാധ്യതയുണ്ട്. അത് സർക്കാരിൻ്റെ ഒരു അംഗീകാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. സർവീസ് ഓപ്പറേഷൻ അതുപോലെ തന്നെ മേലെ കേന്ദ്ര ഓഫീസ് എന്നുള്ള നിർദ്ദേശപ്രകാരം ബാംഗ്ലൂർ സെക്ടർ തന്നെ ആയിരിക്കും സർവീസ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. നവകേരള ബസ് കോഴിക്കോട് നിന്നും ബാംഗ്ലൂരിലേക്ക് പുറപ്പെടുന്ന സമയം പുലർച്ചെ 4 മണിയാണ്. ജനങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സമയക്രമം മാറ്റാനും ആലോചനയുണ്ട്. അതേസമയം സർവീസ് സ്ഥിരമായി എന്നു മുതൽ പുനരാരംഭിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. തുടക്കം മുതൽ തന്നെ നവകേരള ബസ് നിരത്തിലിറങ്ങിയപ്പോൾ വിവാദങ്ങൾ വഹിച്ചുകൊണ്ടായിരുന്നു യാത്ര. വീണ്ടും ജനങ്ങൾക്കായി നിരത്തിലിറങ്ങിയപ്പോഴും ആ വിവാദം തുടർന്നുകൊണ്ടിരുന്നു. ഇനി പുതുമോടിയോടുകൂടി നവകേരള ബസ് നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ സുഖകരമായിരിക്കും യാത്രമെന്ന് പ്രതീക്ഷിക്കാം. ക്യാമറാമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം വർഷ ഗിരീഷ്, അമൃത ന്യൂസ്, കോഴിക്കോട്.